ലോകം മുഴുവൻ തന്റെ കാൽ കീഴിലാണെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ നിന്നൊരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അതും അമേരിക്കൻ സുപ്രീം കോടതി വക. അവിടെ സ്വന്തം സാമ്പത്തിക നയങ്ങൾ പാളി ട്രംപ് വേർക്കുമ്പോൾ ഇവിടെ ഇന്ത്യ തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ ഒരു ഗംഭീര മാസ്റ്റർ സ്ട്രോക്കിന് കോപ്പ് കൂട്ടുകയാണ്. എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്? ഈ പ്രതിസന്ധി ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു സുവർണാവസരമായി മാറുന്നത് എന്ന് നോക്കാം. ലോകരാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച പകരം തീരുവകൾ അഥവാ റെസിപ്രോക്കൽ താരിഫുകൾ അമേരിക്കൻ സുപ്രീം കോടതി അക്ഷരാർത്ഥത്തിൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. വിധി വന്നിട്ടും കസ്റ്റംസ് സിസ്റ്റം അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന വിചിത്ര ന്യായം പറഞ്ഞ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പഴയ തീരുവ തന്നെ ഈടാക്കുന്നുണ്ട് എന്നത് അമേരിക്കൻ ഭരണ സംവിധാനത്തിലെ മറ്റൊരു തമാശ. എന്നാൽ ഇതിലെ യഥാർത്ഥ ഹൈലൈറ്റ് ഇതൊന്നും തന്നെയല്ല. ഈ സാഹചര്യത്തെ ഇന്ത്യ നേരിടുന്ന രീതിയാണ്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വാഷിംഗ്ടണിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചയിൽ നിന്ന് ഇന്ത്യൻ പ്രതിനിധികൾ തൽക്കാലം പിന്മാറി. അമേരിക്കൻ ഇളവുകൾക്കായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കാത്തു നിന്നിരുന്ന ഒരു പഴയ ഇന്ത്യ അല്ല എന്നുള്ളത് എന്ന് അടിവരയിടുന്നതാണ് മോദി സർക്കാരിന്റെ ഈ സുപ്രധാന നീക്കം. ട്രംപിന്റെ മുന്നിൽ പോയി പുതിയ കരാറുകൾക്കായി ഓച്ചാനിച്ച് അപേക്ഷിക്കുന്നതിന് പകരം കൂടുതൽ മികച്ച ഒരു കരാർ US സ്വയം മുന്നോട്ട് വയ്ക്കുന്നത് വരെ കാത്തിരിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ട്രംപിനെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മികച്ച നയതന്ത്ര തീരുമാനം കൂടിയാണിത്. ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് വീശിയ പ്രധാന ആയുധമായിരുന്നു ഈ താരിഫുകൾ അല്ലെങ്കിൽ തീരുവ എന്ന് പറയുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി വന്നതോടെ ട്രംപിന്റെ കയ്യിലെ ആ ആയുധം തന്നെ ഇല്ലാതെയായി. പോരാത്തതിന് അമേരിക്കയുടെ GDP കുത്തനെ ഇടിയുകയും പണപ്പെരുപ്പം കത്തിക്കയറുകയും ചെയ്തു. ഒറ്റ ദിവസം കിട്ടിയ ഈ 3 ഇരുട്ടടികളിൽ ട്രംപ് ശരിക്കും സമനില തെറ്റിയ അവസ്ഥയിലാണ്. സ്വന്തം സാമ്പത്തിക നയങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ GDP ഇടിഞ്ഞതിന് പ്രതിപക്ഷത്തെയും തീരുവ റദ്ദാക്കിയതിന് അമേരിക്കൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും പഴിചാരി അദ്ദേഹം സ്വയം പരിഹാസ്യനാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ അമേരിക്കയിൽ കാണുന്നത്. ട്രംപിന്റെ ഈ സാമ്പത്തിക പരീക്ഷണങ്ങൾ പൊളിഞ്ഞതോടെ ആഗോള വിപണിയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ ആളുകൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയാണ്. ഇത് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായി. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $5165 മുകളിലെത്തിക്കഴിഞ്ഞു. എന്നാൽ അതേസമയം ക്രൂഡ് ഓയിൽ വില താഴേക്കാണ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം കൂടിയാണ്. ഇറാൻ US ആണവ ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നതാണ് എണ്ണവില കുറയാനുള്ള കാരണം. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ ഓഹരി വിപണി വൻ കുതിപ്പിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ നേട്ടമാകും എന്ന സൂചന നൽകി ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ തന്നെ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തി. IDFC ഫസ്റ്റ് ബാങ്കിലെ തട്ടിപ്പ് വാർത്തകൾക്കിടയിലും രാജ്യത്തെ ഓഹരി വിപണി മൊത്തത്തിൽ അമേരിക്കൻ കോടതി വിധിയെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തെ മാറ്റിപ്പറിക്കാൻ ശ്രമിച്ച ട്രംപിന് തുടർച്ചയായ തിരിച്ചടികൾ നേരിടുമ്പോൾ തികഞ്ഞ സംയമനത്തോടെയും അതിലേറെ കരുത്തോടെയും തങ്ങളുടെ കരുക്കൾ നീക്കുകയാണ് ഇന്ത്യ. നയതന്ത്രത്തിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ശക്തമായ നിലപാടുകൾ ലോകം അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം അവസാനിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.